എനിക്ക് ഇ പി ജയരാജനെക്കുറിച്ചൊരു വിലയിരുത്തലുള്ളത് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ശ്രീ ഇ പി ജയരാജൻ. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട്സ്പോക്കൺ തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളുമാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്, കുറച്ച് ശത്രുക്കളും ഉണ്ട്. ഇ പി ജയരാജൻ എഴുതിയൊരു പുസ്തകം അത് ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല. ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. DC ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ജയരാജൻ പറയാത്ത ഒരു കാര്യവും അവരത് ചേർക്കും എന്നെനിക്കൊരു വിശ്വാസവും ഇല്ല. കാരണം DC ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെ. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചു എന്നിരിക്കും. അത് പാർട്ടിയുടെ സമ്മർദ്ദം. ഇപ്പോൾ മാത്രമല്ലല്ലോ ശ്രീ ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത്. അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ പ്രസിദ്ധീകരിക്കണം, ജനങ്ങൾ അറിയണം. അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താണ് എന്നുള്ളത് അറിയണം. അദ്ദേഹം മാത്രമല്ല, CPM-നകത്തുനിന്ന് ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്ത് വരുന്നുണ്ടല്ലോ. ഇതുവരെ നമ്മൾ കേൾക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടല്ലോ. എല്ലാ കാലത്തും ഇതൊന്നും ഒരു ഇരുമ്പ് മറയ്ക്ക് ഉള്ളിൽ ഒതുക്കി വെക്കാൻ കഴിയില്ല. ഞാൻ ശ്രീ ഇ പി ജയരാജന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. അദ്ദേഹം ഭംഗിയായി ഇനി എഴുതട്ടെ, മറ്റ് കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. ഇ പി ജയരാജന് ഇന്നത്തെ കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വർദ്ധിച്ചിട്ടു. പാർട്ടി തള്ളി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇ പി ആ പശ്ചാത്തലം ഇ പിയുടേതുള്ളത്. ഇ പിയുടെ പശ്ചാത്തലം അറിയാവുന്ന ആളുകൾ എല്ലാവരും പറയും അദ്ദേഹത്തെ പാർട്ടിക്ക് അങ്ങനെ ഒറ്റയടിക്ക് തള്ളി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ എത്ര സന്നിഗ്ധ ഘട്ടങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടി തള്ളി പറഞ്ഞാൽ പറ്റില്ല. കാരണം അദ്ദേഹം കൂടെ ചേർന്നെങ്കിലേ ഈ പാർട്ടിയാകൂ. ഞാൻ ഇ പി ജയരാജൻ പാർട്ടി മാറണമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നിലപാടെടുക്കണമെന്നോ എന്നുള്ള അഭിപ്രായക്കാരനല്ല. പക്ഷേ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? ആ പാർട്ടിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ അഭിപ്രായവും ഇരുമ്പലൊക്കെ വിഴുങ്ങിയതുപോലെ ആക്കാൻ പറ്റുമോ? സാധ്യം.